ഈ വണ്ടി ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ അന്വേഷിച്ച റോയൽ എൻഫീൽഡ് പറഞ്ഞത് 10 എണ്ണമൊക്കെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. പുതിയ മോഡലാണ്. ഹൺഡ്രഡിന്റെ മൂൺസോൺ വൈറ്റ് എന്ന് പറയും. വൈറ്റ് കളറിൽ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. എന്തായാലും ഇപ്പം 20 പേരിൽ ഒരാൾ കേരളത്തിൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ 10 പേര് എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഇനി അടുത്ത എനിക്ക് അങ്ങോട്ട് നെക്സ്റ്റ് വീക്ക് പറഞ്ഞൂടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. സന്തോഷമായില്ലേ? സന്തോഷമായി. ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. ബിക്കോസ് ഇത്രയും നല്ല ഹാർഡ് വർക്ക് ആയിട്ടുള്ള, ഇത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, എന്താ പറയുക, നിങ്ങളുടെ ഫാമിലിനെ പ്രൗഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹിറ്റാണ് RJ ബിൻസി. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സായി? അതിൽ കൂടുതൽ പറയും. ബട്ട് യെസ്, 27 ശരിക്കും ആധാർ കാർഡിലൊക്കെ മാറ്റിയോ? കറക്റ്റ് 27. ഓക്കെ, അപ്പം 27 വയസ്സ് പ്രായം പൂർത്തിയാക്കുന്ന ഓക്കെ യെസ്. എനിവേ, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന RJ ബിൻസിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ 2 വാക്ക്, ഇപ്പൊ ഞാനാണല്ലോ, ഇനിയിപ്പം ഞാനാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത്, കോമ്പയർ ചെയ്യുന്നത് ഞാനാണ്, ആങ്കർ ഞാനാണ്. ഇപ്പൊ പറയൂ, 2 വാക്ക് പറഞ്ഞാൽ മതി മകളെ പറ്റിയിട്ട് കേട്ടോ. കൂടുതൽ പറയണ്ട. 2 വാക്കേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അറിവൻ എന്നെ പറ്റി തന്നെ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അമ്മയ്ക്ക് ബിൻസിയെക്കാട്ടി കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് രവി. അപ്പൊ അതാണ് രവിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു രവി. പിന്നെ ബിൻസിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ പറയുക, ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരാളാണ്. ആഗ്രഹിക്കുന്നതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ബർത്ത്ഡേക്ക് മേടിച്ചാണ് ആ വാതിക്കെ കിടക്കുന്ന ബിൻസിയുടെ വണ്ടി കയറുന്നത്. ഇവളുടെ ഒറ്റൊരു മോട്ടിവേഷനിലാണ് ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് എന്റെ വണ്ടി ഞാൻ വാങ്ങിച്ചത്. നീ പറഞ്ഞില്ലേ നീ പുറത്തിറങ്ങിയിട്ടൊരു വണ്ടി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സോ യെസ്, ഞാൻ ആദ്യം തന്നെ വിളിച്ച് പറയുകയും ചെയ്തില്ലായിരുന്നു. യെസ്, പിന്നെ ഒരാള് നന്നാകുന്നതും കൂടിയായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നല്ല മോട്ടിവേഷനാണ്. ഓക്കെ, ബാക്കിയുള്ള പറഞ്ഞു. അല്ല, അത്രേ ഉള്ളു. എന്തായാലും ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ബിൻസിയുടെ സ്വപ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് സാക്ഷാത്കരിക്കട്ടെ, അതിനുള്ള അനുഗ്രഹം തൊട്ടാൻ കൊടുക്കട്ടെ. ഇപ്പം ഈ ബർത്ത്ഡേക്കും എന്തോ ഒരു, ഞാനായിട്ട് പറയുന്നില്ല, അത് ബിൻസി തന്നെ പറയും. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ചാൾസൻ. ഇനി 2 വാക്ക്. അയ്യോ, ഞാനല്ല ഭയങ്കര ദേവിന. ഇനി എന്റെ പ്രിയപ്പെട്ട RJ ബിൻസിയുടെ അമ്മ, ഞാൻ പറയട്ടെ, ഈ അമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ കല്യാണത്തിന് വന്നു. ശരിയല്ലേ? എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ എപ്പോഴും നല്ലതുള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. അതുമാത്രമല്ല, നെവിൻ ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ റീ എൻട്രിക്ക് വേണ്ടി കയറുവാണേ. അന്ന് അമ്മ ഓൺലൈൻ മീഡിയാസിനോട് എല്ലാവരോടും പറഞ്ഞു, എന്റെ മോൾക്ക് വോട്ട് ചെയ്യാണ്ട് ഞാൻ നെവിന് വോട്ട് ചെയ്തിട്ടുള്ള ആളാണെന്ന്. പറഞ്ഞില്ലേ അമ്മ? പറഞ്ഞ സത്യമാണ്. എനിക്ക് നെവിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട് സന്തോഷം ക്ഷണം സ്വീകരിച്ച് നെവിനോട് വന്നതിനും നല്ല വാക്കിനെ കുറിച്ച് പറഞ്ഞതിനും ഒക്കെ വളരെ സന്തോഷം. ബിൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അഭിമാനം മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ തൊട്ട് തന്നെ ഒരു നല്ലൊരു നിലയിൽ എത്തണം എന്ന് നല്ല രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ദൈവം അനുഗ്രഹിച്ച് ഇവിടുത്തോളമൊക്കെ എത്തി. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ ബർത്ത്ഡേ ദിനത്തിൽ ആശംസിക്കുന്നു. ഓക്കെ, എന്റെ കൂടെയുള്ള ബാക്കി എല്ലാ ദുരിതങ്ങളും ഒരുമിച്ച്
ആയിരിക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അരമണിക്കൂറിനുള്ളിൽ എത്തും. Okay. എന്നാ പറഞ്ഞത്? പിന്നെ ആർജെൻസി ഇപ്പൊ ഭയങ്കര വലിയൊരു സർപ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിപ്പോ ഞാൻ പറയത്തില്ല. പിന്നെ എനിക്ക് കുറെ ഇപ്പോഴല്ലേ മൈക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. ലൈക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ അവിടെ ബാക്കിലിരിക്കുന്നുണ്ട്. റസ്മിൻ ഭായ്, ഒന്ന് ഫോക്കസ് ചെയ്യാമോ ആ ഫേസ്? യെസ്, ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ആവശ്യമില്ല. ഞാൻ ബിഗ് ബോസിൽ വരുന്ന ആയ സമയത്ത് ഞാൻ ഫസ്റ്റില് തന്നെ ബീൻസിനെയാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവള് കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് നോക്കണം, നീ വീട്ടിലേക്ക് വാ, നമുക്ക് എന്തായാലും സെറ്റ് ആവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1 വീക്ക് വീട്ടിൽ വന്ന് നിന്നു. 3 ട്രിപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹീലായി. സോ അന്ന് തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീ എൻട്രിയുടെ സമയത്താണെങ്കിലും കുറേ പേര് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഫുള്ള് ഞങ്ങളെ രണ്ടുപേരും തെറ്റിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. ബിക്കോസ് ബിഗ് ബോസിനകത്തുള്ള ബിൻസി ആരാണെന്ന് എനിക്കും അറിയാം, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കും അറിയാം. സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ കട്ടായിട്ടില്ല. ഇതുവരെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല. ഞങ്ങളുടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ പോണം. ഞാനെന്ത് പറയാനാ, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി നീ. എനിക്ക് നിന്റെ പകല് കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സത്യം, എനിക്കും അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ എക്സ്പ്രസീവ് ആവാൻ പറ്റിയനായി. അപ്പൊ എനിക്ക് ആദ്യം ബിൻസിനൊക്കെ കുറെ പഠിക്കാനുണ്ട്. ഈ ഒരു എന്റെ ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് സാബുമാനും ശൈത്യയും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എനിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, ഡാൻസിലൂടെ ബാക്കി എല്ലാം കാണിച്ചാൽ മതിയാവും. അതെ, ഞാൻ വിളിക്കും. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സാബുമാന്റെയും ശൈത്യയുടെ ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉള്ളതായിരിക്കും. ശൈത്യ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വന്നില്ല. ഇവിടുന്ന് പ്രൊഡ്യൂഷൻ ഏറ്റവും ഇതുപോലെ തന്നെയാണ്. ഏറ്റവും ആദ്യം തന്നെ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആണെങ്കിൽ തൊട്ട് പുറകെ ഞാനും പോകും. ഓക്കെ, എല്ലാ ആശംസകളും. 2 വാക്കേ ഉള്ളൂ. ബിഗ് ബോസിന്റെ ഫസ്റ്റ് വീക്കില് പറഞ്ഞ പോലെ തന്നെ പുറത്തു വന്നു. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്റെ മുന്നിൽ 93 ഡേയ്സ് ഉണ്ട്. അവിടെ കിടന്ന് വഴിക്കിടുന്ന വേണ്ടിയുള്ളൂ. അപ്പോൾ തൊട്ട് പറയുമ്പോൾ ബിൻസി വന്നപ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മളൊന്നും അവിടെ കാണുന്ന ആളാണ്, ആരാണെന്ന് അറിയില്ല. നമ്പർ വാങ്ങിയിട്ട് വിളിക്കുന്ന മൊത്തം കാലിച്ചാണ് കേട്ടാ. എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. മീൻസ് എല്ലാം എന്ന് പറയുന്ന അർത്ഥവും കാണുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രതീക്ഷകളല്ല. 100 ദിവസമാണ് നിൽക്കാൻ വേണ്ടി 150 ദിവസത്തിലുണ്ട്. കാരണം ഒരു ദിവസം 2 നടക്കി സാധനമൊക്കെ ആയിട്ട് കൊണ്ടുപോയതാണ്. ചിലർ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ച് 360 ദിവസം ഡ്രസ് എടുത്തിട്ട് പോയവരുണ്ട്. ഒരു 3 കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാനെന്താണെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മുന്നിൽ ഇനി 86 ഞാൻ